الحمد لله الحمد لله المهدي الجبار والصمد الغفار وعلى آله وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പ്രിയ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ആളുകളാണ്. നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരമോ നമ്മുടെ അറിവോ നമ്മുടെ പണമോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം. ജീവിതത്തിൽ എത്രയോ മരണ വാർത്തകൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപകട മരണനിരക്കിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഒരുപാട് മയ്യിത്തുകളെ നമ്മൾ പോയി സന്ദർശിക്കുന്നുണ്ട്. ഒരുപാട് മയ്യിത്തുകളെ കുളിപ്പിച്ചവരാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ. ഇവിടെ വിശ്വാസികളായ നമ്മൾ ഒരു മയ്യിത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പറയേണ്ടത്, നമ്മളൊക്കെ അത് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക്
അതിന്റെ വിശാലതയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ ആ റബ്ബിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ആ റബ്ബിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം. ഇത് പറയുമ്പോ ഒരു വിശ്വാസിയുടെ മരണവാർത്ത കേട്ടിട്ട് നമ്മൾ പറയുമ്പോ, പടച്ചോനെ എനിക്കുമുണ്ടൊരു യാത്ര, എനിക്കുമുണ്ട് ഒരു മരണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരേണ്ടതുണ്ട്. പ്രേക്ഷകരെ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മയ്യിത്തിനെ പോയി സന്ദർശിക്കുമ്പോൾ ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്രയോ മയ്യിത്തുകളെ പോയി നമ്മൾ സന്ദർശിക്കുമ്പോ നമ്മളൊക്കെ മനസ്സിൽ വരാറുള്ള ഒരു ചിന്ത ഉണ്ട്, ഞാനിവിടെ വന്ന് കണ്ടിട്ടില്ല എങ്കിൽ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഈ വ്യക്തി മരിച്ച് ഞാൻ ആ കുടുംബത്തെ ഒന്ന് സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് കരുതും, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? പ്രിയപ്പെട്ടവരെ, ഈ ഒരു നീയത്തല്ല വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന കൂടിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഹദർതുൽ മരീന അൽ മയ്യിത ഫഖൂലൂ ഖൈറാത്ത്. നിങ്ങളൊരു മയ്യിത്തിനെയോ ഒരു രോഗിയെയോ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഫഖൂലൂ ഖൈറാത്ത്, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പ്രാർത്ഥിക്കണേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മലക്കുകൾ ആമീൻ എടുക്കുന്നുണ്ട്. പല ആളുകളും മയ്യിത്ത് വീട്ടിൽ പോയി കഴിഞ്ഞ് ആ മയ്യിത്തിനൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുപുറത്താനായി അവന്റെ ബിസിനസിന്റെ കാര്യം, അവന്റെ മക്കളുടെ വിഷയങ്ങളും അവന്റെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, അതല്ല, ആ മയ്യിത്തിനെ ആത്മാർത്ഥമായി കണ്ട് ആ മയ്യിത്തിനെ പേരെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് അവിടെയുള്ള ആളുകളെ സമാധാനപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകേണ്ടത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മയ്യിത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. മയ്യിത്തിനെ കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ നാടുകളിൽ ചില ആളുകളുണ്ട്, അവർ മയ്യിത്ത് കുളിപ്പിക്കാനായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ചില ആളുകൾ. അതിനപ്പുറം നമ്മളും അത് പഠിക്കണം. ഇന്ന് പഠിക്കാനുള്ള അവസരം ഏറെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ മരണാനന്തര മുറകളെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ആ മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് പ്രതിഫലമാണ്. ആ മയ്യിത്തിനെ കഫൻ പുടവ അണിയിപ്പിക്കുന്ന പ്രതിഫലമാണ്. ആ മയ്യിത്തിനെ മറമാടുന്നത് വരെ അതുമായി സഹകരിച്ചാൽ പ്രതിഫലമാണ്. ആ മയ്യിത്തിന് മേൽ നമസ്കരിച്ചാൽ പ്രതിഫലമാണ്. അവർ പ്രാർത്ഥിച്ച ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഖൈർ മാത്രം ലഭിക്കുന്ന മേഖലയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ മാത അഹദുകും ഫലാ തുഹബ്ബസൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അഥവാ പ്രവർത്തനങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പെട്ടെന്ന് തന്നെ ചെയ്യണം. വഅസ്രിഹു ബിഹി ഇലാ ഖബരിഹി. ആ വ്യക്തിയുടെ ഖബറിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. ആ മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് 2-3 രൂപങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
നാലാമതായി ആ മയ്യിത്തിന്റെ മേൽ നമുക്കുള്ളൊരു ബാധ്യതയോ ആ മയ്യിത്തിനെ പിന്തുടരുക എന്നുള്ളതാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ തിരക്കുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എങ്കിലും അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തി മരണപ്പെട്ടത് മുതൽ ആ വ്യക്തിയെ ഖബറിലേക്ക് വെക്കുന്നത് വരെ, അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് അവിടുന്ന് തിരിച്ചു പോരുന്നത് വരെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നാൽ നമുക്ക് ഒപ്പിച്ച പ്രതിഫലം. നോക്കൂ നിങ്ങൾ, നമ്മളിൽ അധിക പേരും ചെയ്യുന്ന പ്രവർത്തനം ആ മയ്യത്തിനെ ഒന്ന് കാണും, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം ആ മയ്യത്തിനെ പിന്തുടരാൻ നമുക്ക് സാധ്യമാകണം. അതൊരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ്. നമ്മളൊരു വ്യക്തിയെ, നമ്മളൊരു മയ്യത്തിനെ പിന്തുടർന്നാൽ നമ്മൾ മയ്യത്തായി പോകുമ്പോ നമ്മളെ പിന്തുടരാൻ ആളുകളുണ്ടാകും. നമ്മളൊരു മയ്യത്തുമായി സഹകരിച്ചാൽ നാം ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനത്ത് നമുക്ക് കൊണ്ടുവന്നു തരും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. വ്യത്യസ്തമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 5 കടമകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്നാണ്. 6 കടമകളുണ്ട് എന്നാണ്. ഇന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടമകളെ നമുക്ക് വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ കടമ എന്ന് പറഞ്ഞാൽ സലാം, സലാം അടക്കുക. അവൻ നിന്നോട് സലാം പറഞ്ഞാൽ നീ ആ സലാം അടക്കുക. ഇയാദത്തുൽ മരീദ്, അവൻ രോഗിയായാൽ അവനെ നീ പോയി സന്ദർശിക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുള്ള കടമകളാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വത്തിബാഉൽ ജനായിസ്, അവനെങ്ങാൻ മരണപ്പെട്ടാൽ അവന്റെ മയ്യിത്തിനെ നീ പിന്തുടരുക. ഒരുപാട് ഹിക്മത്തുകളുണ്ടാകും പറയുന്ന കാര്യത്തിന്. എന്താണെന്നറിയോ? ഒരു വ്യക്തിയുടെ മയ്യിത്തിനെ നമ്മൾ പിന്തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ചിന്ത എന്നുള്ളത്, അപ്പേ ഇതുപോലെ ഞാനും ഒരു ദിവസം ഈ മയ്യിത്ത് കട്ടിൽ പോകേണ്ടവനാണല്ലോ, ഇതുപോലെ എനിക്കും പോകേണ്ടി വരുന്ന ഒരു ദിനമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വത്തിബാഉൽ ജനായിസ്, നീ ആ മയ്യിത്തിനെ പിന്തുടരണം. അത് നിന്റെ നാട്ടുകാരനായാലും നിന്റെ അയൽവാസിയാണെങ്കിലും നിനക്ക് നിന്റെ കുടുംബത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട ആളാണെങ്കിലും അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ മയ്യിത്തിനെ പിന്തുടരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇജാബത്തി ദഅവ, ആ മുസ്ലിം നിന്നെ ക്ഷണിച്ചാൽ ആ മുസ്ലിമിന്റെ ക്ഷണത്തെ നീ സ്വീകരിക്കുക. നമ്മളെ ഏതൊരു കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക. നമുക്ക് എത്താൻ പറ്റൂലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പറയാം, എനിക്ക് ഇന്ന തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എത്താൻ കഴിയില്ല, കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി തരട്ടെ എന്ന് അവരോട് പറയും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ട് നമ്മള് എന്താണ് ഞാൻ വരാ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ വരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തശ്മീതുൽ ആതിസ്, ആ തുമ്മിയവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നമ്മുടെ വീടുകളിൽ മര്യാദകളുണ്ടോ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ആ മയ്യിത്തിനെ പിന്തുടരണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ഉദിഅത്തിൽ ജനാസതു വഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മയ്യിത്ത് കട്ടിലിൽ വെച്ച് പുരുഷന്മാർ ആ മയ്യിത്തിനെ അവരുടെ ചുമലിലേക്ക് ഇങ്ങനെ ഏറ്റിപ്പിടിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആ മരിച്ച വ്യക്തി ഒരു നല്ല മയ്യിത്താണോ അവൻ പറഞ്ഞു പോകും, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണമേ, നിങ്ങൾ
നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണമേ എന്ന് ആ മയ്യിത്ത് പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ആ വ്യക്തി ഒരു ചീത്ത വ്യക്തിയാണോ, ജീവിതത്തിന്റെ മേഖലകളിൽ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ പേടിക്കാതെ താങ്ങുപോയായി ജീവിച്ച മനുഷ്യനാണോ, അവൻ പറഞ്ഞു പോകുന്നു യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, ഏ നാശമേ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ചീത്ത വ്യക്തി പറയുന്ന വാക്കാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. ആ മയ്യിത്തിന്റെ അട്ടഹാസമുണ്ടല്ലോ, ആ മയ്യിത്തിന്റെ പ്രയാസമുണ്ടല്ലോ, ആ മയ്യിത്തിന്റെ സംസാരമുണ്ടല്ലോ, അത് എല്ലാ വസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യർക്ക് കേൾക്കാൻ കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലൗ സമിഅഹു, ആ മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ സുഹിഖ, അവൻ ബോധം കെട്ടു വീഴും. അത്രയേറെ പ്രയാസം. പിന്നെ ഒരുപാട് മയ്യിത്ത് ചുമക്കാൻ ഒരു മക്കളുണ്ടാവില്ല, ഒരു മക്കളുടെ മയ്യിത്തിനെ ചുമക്കാൻ ഒരു ഉപ്പയും വരൂല. അപ്പൊ അത്രത്തോളം ഭീതിജനകമായ ആ ഒരു അവസ്ഥ. നല്ല ആളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ പറയുമെന്നാണ് പടച്ചോനെ എന്നെ വേഗം കൊണ്ടുപോകണം. കാരണം എന്താ, അവൻക്കറിയാം ഇനി ഞാൻ പോകുന്ന ആ വിശാലതയുടെ രംഗങ്ങൾ. എന്നാൽ ഒരു ചീത്ത വ്യക്തിയോ അവൻക്കും കൃത്യമായിട്ടറിയാം അവന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മയ്യിത്തിനെ പിന്തുടരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ വിഷയത്തിൽ ഈ ഒരു മേഖല അവർക്ക് നിരോധിച്ചു എന്നുള്ളതാണ്. മഹദിയായ ഉമ്മു അജീയ റളിയല്ലാഹു അൻഹ പറയാണ് നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസയെ അനുഗമിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു ബാധ്യതയാണെങ്കിൽ മറ്റൊരു ബാധ്യത എന്നുള്ളത് ആ മയ്യിത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതാണ്. മയ്യിത്തിന് വേണ്ടി നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഥവാ മയ്യിത്ത് നമസ്കാരത്തിന് പോകുമ്പോൾ നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഞാൻ കൂടിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക, അങ്ങനെ കരുതി ഇടക്കറായി ഒരാളും നമസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അല്ലാതെ പ്രതിഫലം കിട്ടൂല. മറിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ആ നമസ്കാരം നമ്മൾ നിർവഹിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖിറാജ്. വല്ലവനും ആരെങ്കിലും ഒരു മയ്യിത്ത് നമസ്കരിക്കുന്നത് വരെ അവിടെ ഹാജരായാൽ, ഒരു മയ്യിത്ത് നമസ്കാരം നടക്കുന്നത് വരെ അവിടെ ഹാജരായാൽ അവൻ ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വമൻ ഷഹിദ ഹത്താ തുദ്ഫന ലഹു കാന ലഹു ഖിറാത്താൻ. ആ മയ്യിത്തിനെ ഖബറിൽ വെക്കുന്നത് വരെ ആരെങ്കിലും അവിടെ ഷഹീദായ, ആരെങ്കിലും അവിടെ ഹാജരായാൽ പ്രിയപ്പെട്ടവരെ അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു വമൽ ഖിറാത്താൻ, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഖിറാത്താൻ എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു മിസ്ലുൽ ജബലൈനി അദീമൈൻ, വലിയ 2 പർവ്വതം പോലെയുള്ള പ്രതിഫലം. അത്രത്തോളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യിത്തിനെ മറമാടുന്നത് വരെ അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് റബ്ബ് കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രതിഫലം കിട്ടണം. ഈ പ്രതിഫലം നമ്മൾ നേടിയെടുക്കണം. ഈ പ്രതിഫലം നേടിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മയ്യിത്ത് നമസ്കാരം കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കണം. അല്ലേ? ആ മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകള്, അവിടുത്തെ ദുആകള്, അതിന്റെ രൂപം കൃത്യമായി കൊണ്ട് പഠിച്ചാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മകൻ നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കും.
ആ മയ്യിത്ത് നമസ്കാരത്തിലുള്ള പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കും. കാരണം മരിച്ചു കിടക്കുന്നത് ഉമ്മയാണെങ്കിൽ, മരിച്ചു കിടക്കുന്ന ഉപ്പയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നത് മകനാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് ഇഖ്ലാസ് കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ മയ്യിത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മയ്യിത്തിനെ നമ്മൾ പെട്ടെന്ന് തന്നെ മറമാടുക എന്നുള്ളതാണ്. മയ്യിത്തിനെ പെട്ടെന്ന് മറമാടും. നമ്മളൊക്കെ നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബക്കാരോടൊക്കെ നമ്മൾ വസിയത്ത് ചെയ്യേണ്ട കാര്യക്കാരോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ മരിച്ചത് നിങ്ങൾ അവിടെ തന്നെ എന്നെ മറവ് ചെയ്യണമെന്നായിരിക്കും, അല്ലേ? പലപ്പോഴും ആളുകൾ ഇന്ന ഭാഗത്താണ് മകനുള്ളത്, ഇന്ന ഭാഗത്താണ് മകളുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൂടുതൽ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന സംഭവം വരാറുണ്ട്. സംഭവം നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ കഴിയുന്നതും പ്രിയപ്പെട്ടവരെ നേരത്തെ ആ മയ്യിത്തിനെ മറമാടാൻ നമുക്ക് സാധ്യമാകണം. അതൊരു ഹിദ്മത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നറിയോ? അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. അയാൾക്ക് കിട്ടേണ്ടുന്ന സുഖങ്ങളിലേക്ക്, അവൻ കിട്ടേണ്ടുന്ന ആനന്ദങ്ങളിലേക്ക് നമ്മൾ അവൻ നേരത്തെ എത്തിച്ചു കൊടുക്കുകയാണ്. ആ മരിച്ച വ്യക്തി ഒരു ചീത്ത വ്യക്തിയാണെങ്കിലോ ആ ശരീരനെ നമ്മൾ വേഗം നമ്മുടെ ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആ ജനാസയെ പെട്ടെന്ന് മറമാടണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. സ്വഹാബത്ത് പറയുകയാണ്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫുരിഅ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ ഇപ്രകാരം പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഏതെങ്കിലും വിഭാഗത്തിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഉള്ള വിഷയമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ നാളെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിറത്തിനെ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അപ്പോൾ ആലോചിച്ചോട്ടാണ്, ഹറാം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? നേരെ മരിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ, നമസ്കരിക്കുന്ന അവസ്ഥകളിലൂടെ മരണപ്പെട്ടാൽ അവന്റെ ഭാഗ്യം അത്രയാണ്, അല്ലേ? നല്ല വലിയാസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം ആഖിബത്തിനെ നന്നാക്കി തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇപ്രകാരം പറയാറുണ്ട്. എന്താണെന്നറിയോ? ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. വസ്അലൂ ലഹു തസ്ബീത്, അവർക്ക് ഒരു സ്ഥിരതയ്ക്ക് വേണ്ടി, ഒരു സുസ്ഥിരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നോക്കൂ നിങ്ങൾ, അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. മലായികകളുടെ ചോദ്യത്തിന് കൃത്യമായി കൊണ്ട് മറുപടി പറയുവാനുള്ള സ്ഥൈര്യം അവർക്ക് ലഭിക്കാൻ സ്വഹാബ നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ വ്യക്തിക്ക് നീ പൊറുത്തു കൊടുക്കണമേ അല്ലാഹ്. വിശ്വാസികളെ, ഒരു വ്യക്തി മരണപ്പെട്ടാൽ നമ്മുടെ ബന്ധത്തിലാവട്ടെ, നമ്മുടെ ബന്ധത്തിൽ പെടാത്തവനാവട്ടെ, ആ വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീ അവർക്ക് പൊറുത്തു കൊടുക്കണമേ. അല്ലാഹുവേ, അവനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ നീ അവർക്ക് സ്ഥൈര്യം കൊടുക്കണമേ റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകേണ്ടതുണ്ട്. അതിനാൽ ഇത്തരത്തിൽ നമ്മൾ മയ്യിത്തുമായി ബന്ധപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന കാര്യം എന്നുള്ളത്, ഞാൻ ഒരു ദിവസം ഇതുപോലെ യാത്ര തിരിക്കേണ്ടവനാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി
ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തമാക്കാതെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ സാധാരണ മയ്യിത്ത് മറമാടുന്ന സന്ദർഭങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇന്ന സുആൽ. അല്ലാഹുവേ, ചോദിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് നീ സ്ഥൈര്യം കൊടുക്കണമേ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ മലായികത്തുകളുടെ ചോദ്യം കൊണ്ട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ ഇമാമേതാണ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിച്ച വ്യക്തിക്ക് മാത്രമാണ് എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയാൻ കഴിയുക. പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി നെഞ്ചേറ്റിയ വ്യക്തികൾക്കാണ് പ്രിയപ്പെട്ടവരെ നാളെ ഖബറിൽ മലായികത്തുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ സാധിക്കുക. അല്ലേ? ദുനിയാവിൽ നമുക്കൊക്കെ നമുക്കറിയാം, പക്ഷേ നമ്മൾ ആ രൂപത്തിൽ ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ ഖേദകരമായിരിക്കും. അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് മറുപടി തോന്നിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ജാഫിൽ ഖബരി അൻ ജംബൈൻ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഇരുപാർശ്വങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റി നിർത്തേണമേ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ, ആദ്യമായി വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പിടുത്തമുണ്ട് ഖബറിന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. അതിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടില്ല. ഫസ്റ്റ് ഒരു വ്യക്തിയെ ഖബറിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് ആരും രക്ഷപ്പെടില്ല. ഈ വ്യക്തിക്ക് നീ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസദ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകണമേ. ഇത് മനസ്സറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും നമ്മളോട് വിട പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ വില കൂടുതൽ അറിയുക. അല്ലെ? പിന്നീടുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഉമ്മക്കും ഉപ്പക്കും ഹിദ്മത്ത് ചെയ്യാതെ, അവരെ സ്നേഹിക്കാതെ, അവർക്ക് സേവനം ചെയ്യാതെ പ്രിയപ്പെട്ടവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവര് പിരിഞ്ഞു പോകുമ്പോഴാണ് അവരിൽ ഉണ്ടാകുന്ന അവരുടെ ആ ഒരു വിലയും അവരുണ്ടാകുമ്പോഴുള്ള ആ അവസ്ഥ നമുക്ക് തിരിച്ചറിയുന്നത്. അവർക്ക് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ കൃത്യമായി കൂടി നിർവഹിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. എന്തെങ്കിലും ആരെങ്കിലും മയ്യത്തിനെ പോയി കണ്ട് പെട്ടെന്ന് മടങ്ങി വരുന്ന ശിക്ഷത്തെ ഒഴിവാക്കി പൂർണ്ണമായി അതിന്റെ പിന്നിൽ നിന്ന് അതിന്റെ മുറ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മയ്യത്തിനെ മറമാടുന്നതും അതുപോലെ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുന്നതും അതിനെ കഫൻ ചെയ്യുന്നതും അതിനെ നമസ്കരിക്കുന്നതും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്തു തീർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ കാണുന്നത് പോലെ നമ്മുടെ പള്ളിയും നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ
വളരെ സജീവമായി നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച ശ്രമം കൊണ്ട് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പുതിയൊരു പ്രശ്നം വന്നിട്ടുള്ള എന്താ ചോദിച്ചാൽ ചോർച്ച. ഇപ്പോ നമ്മുടെ ഇമാമിന്റെ റൂമിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസയുടെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വിള്ളലുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നു. നമ്മുടെ സ്ത്രീകൾ കയറി പോകുന്ന സ്റ്റെപ്പിന്റെ ഭാഗമൊക്കെ വെള്ളം ഒഴിച്ച് വീഴുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിനൊരു പരിഹാരമായി നമ്മൾ കണ്ടെത്തും. കാരണം നമ്മുടെ വീടാണ്, നമ്മൾ ഗൾഫിൽ പോയി നയിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കില്ലേ നമ്മുടെ വീട്. നമ്മുടെ മക്കൾക്ക് താമസിക്കണം, നമ്മുടെ ഉമ്മക്ക് താമസിക്കണം. ആ ഒരു പിന്നെ അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ് അള്ളാഹുവിന്റെ പള്ളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതുവരെ നമ്മൾ ഒരുമിച്ച് സംഘടിച്ച് നമ്മൾ ചെയ്തു പോലെ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഷെഡ് നമ്മൾ കെട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് പിന്നെ ചോർച്ചകളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാകും. നമ്മുടെ മക്കള് പിന്നെ മദ്രസ പോകുന്ന വഴിയൊക്കെയാണ്, അപ്പൊ അവർക്കൊക്കെ അത് ഒരുപാട് എളുപ്പമുണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിന്റെ എസ്റ്റിമേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വലിയൊരു ഭീമമായ സംഖ്യയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് ലഭിച്ച പ്രതിഫലമാണ്. 85,000 രൂപയോളമാണ് അതിന്റെ പിന്നെ ഫുൾ എമൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുക. മരിച്ചു പോകുമ്പോൾ ഒന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. ഓരോരുത്തരുടെയും വരുമാനമാരോ നമുക്കറിയാലോ. അപ്പോ ആ ഒരു ശ്രദ്ധ അല്ലാഹുവിന്റെ പള്ളിയുടെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവരും ഉണ്ടാകണം. നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിച്ച് ആ ഒരു പ്രയാസത്തെ ദൂരീകരിച്ചാൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പ്രതിഫലമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വിഷയം പറഞ്ഞ് ഒത്തുമ കഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആളുകളാണ് അതിലില്ല. അതെ, എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷെ എന്നെ ആളുകളെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ സന്തോഷ വാർത്ത അറിയിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.